ഹെഡ് ഷോട്ട്. ആരാന്ന് മനസ്സിലായാ? അപ്പൊ അങ്ങനെ ഇന്ന് അമ്പും വില്ലൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെയേറെ സൂക്ഷിക്കേണ്ട നമ്മുടെ ഈ സ്ലിംഗ് ഷോട്ടിന്റെ അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് അമ്പും വില്ലിന്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് വേർഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ഉപയോഗിക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇതൊക്കെ അറിയണ നമ്മുടെ സ്വന്തം ഒരു ചെക്കനുണ്ട്, ഞാൻ കാണിച്ചു തരാളെ. കുറച്ച് ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ചുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് നോക്കാതെ കഴിഞ്ഞിട്ട് ഫിഷിങ്ങിന്റെ സ്പോട്ട് പോയിട്ട് ടക്ക എന്ന് പറഞ്ഞ് വെടി വെക്കാറുണ്ട്. പിസ്റ്റൽ ക്രോസ് ബോ നമ്മുടെ ഒരു സ്ലിംഗ് ഷോട്ടിന്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിനെ കുറിച്ച്. ഇതിപ്പോ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് ഉപയോഗിക്കാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണണം, മീൻ അപ്പൊ തന്നെ എയിം ചെയ്ത് അടിക്കാൻ പറ്റും. പക്ഷെ ഇതാണെങ്കിൽ ഇതിലൊരു എയിം പോയിന്റ് ഉണ്ട്, ഇത് നോക്കിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മള് മറ്റേതിന്റെ പോലെ അത്രയും ടാസ്ക് ഒന്നുമില്ല, കുറച്ചുകൂടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കൊണ്ടു നടക്കാൻ അത്യാവശ്യം എന്താ പറയാ ലുക്കും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ ഇങ്ങനെ എയിം ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പുള്ള സാധനമാണ്. അത്യാവശ്യം വലിയ മീനൊക്കെ അടിക്കാൻ പറ്റും ഷോർട്ട് റേഞ്ചില്. അപ്പൊ ഇതിന്റെ ലോഡിങ് സെറ്റപ്പ് ഫസ്റ്റ് ഘട്ടം എന്താണ് വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഇത് ഇവിടെ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യാൻ 2 ടൈപ്പിലാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മള് എയർ ഗണ്ണ് ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് മുന്നോട്ട് വെച്ച് ജസ്റ്റ് ഇത് പ്രസ് ചെയ്യണം. ഇവിടെ ലോക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലീസ് ആയി. എന്നിട്ട് ഇതിൽ പിടിക്കുക, ഇതിന്റെ ഇവിടെ പിടിക്കുക, പ്രസ് ചെയ്യുക, ജസ്റ്റ് മുട്ട് പൊന്തിച്ചേക്കുക. അതായത് ഇവിടെയും പിടിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഉണ്ട്. അത് എയർ ഗൺ ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇതിപ്പോ നമ്മളിത് റിലീസ് ചെയ്തു. ഇനി സിമ്പിൾ മെത്തേഡ് ആണ് ലോഡ് ചെയ്യാനുള്ളത്. ഓടിച്ചു, ഇത് റിലീസ് ചെയ്തു. ജസ്റ്റ് നമ്മുടെ ഇതിൽ വെക്കാം, തൈസിൽ വെക്കാം. ജസ്റ്റ് ഇതാകുമ്പോ പെയിനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈസിയസ്റ്റ് മെത്തേഡാണ്. നമ്മൾ നേരെ റിലീസ് ചെയ്തുകൊണ്ട് വെച്ചു. നമ്മൾ ഡാർട്ട് ലോക്ക് ചെയ്യണം. ഇതാന്ന് വെച്ചാ ഇത് ഡാർട്ട് ലോക്ക് ചെയ്യാനുള്ള പോർഷൻ ആണ്ടാ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡാർട്ട് അവിടെ ലോഡായി. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നേരെ താഴെ മീൻ അടിക്കുകയാണെങ്കിൽ ഡാർട്ട് നമ്മുടെ വീണ് പോവില്ല. ഇത് സേഫ്റ്റി ആണ്. അല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ ചെയ്യണതാ. അതിനത്ര വലിയ വില 100-200 രൂപ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് സേഫ്റ്റി ആണ്. ഇതിപ്പോ സേഫ്റ്റി ക്ലോസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിട്ടിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ റിലീസ് ആവില്ല ഡാർട്ട്. പിന്നെ നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ സേഫ്. നമ്മളിപ്പോ എന്തെങ്കിലും അത്യാവശ്യം ടെറർ ഏരിയ കൂടെ ഇത് മൊത്തം മരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സേഫ്റ്റി ഓൺ ആക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ എവിടെയും തട്ടി റിലീസ് ആവാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യാം. ഇപ്പൊ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ എയിം ചെയ്യുന്ന നോക്കണെന്ന് വെച്ചാൽ എയർ ഗണ്ണ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഈ കട്ടിങ്ങിൽ കൂടെ ഈ റെഡ് ഡോട്ട് വാച്ച് ചെയ്യണം. ഈ റെഡ് ഡോട്ട് നമ്മുടെ എയിം ഏതാണോ അതിലേക്ക് സെറ്റ് ചെയ്യണം. അതായത് ഇപ്പോ ഈ ഒരു പോയിന്റിൽ കൂടെ ഈ റെഡ് ഡോട്ട് നോക്കണം. ഈ റെഡ് ഡോട്ട് ആണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് ആക്കേണ്ടത്. പിന്നെ ഇവിടെ ഈ അഡ്ജസ്റ്റർ ഉണ്ട്, നമുക്കിതിപ്പോ പൊന്തിക്കും ചെയ്യാം, താഴ്ത്തിക്കും ചെയ്യാം. അതുകൊണ്ടുള്ള അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച്, പിന്നെ നേരെ താഴ്ത്തിക്കുള്ള അടി, പിന്നെ ഇപ്പൊ സൈഡ് വൈസ് നമ്മൾ ജസ്റ്റ് മറയിലൊക്കെ ഏറ്റവും അടിക്കുന്നുണ്ടാവുക. അപ്പൊ എയിം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് റൈറ്റിലേക്കാണ് നമ്മൾ കൈ മാത്രം റൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇതിന്റെ അഡ്ജസ്റ്റർ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊണ്ടുപോകാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം. നിഷേധട്ടാ മറ്റോ ഫിലോപ്പിയായിരുന്നത്. ഞാന് ഇത് നോക്കുമ്പോ അവിടെ ചെറിയൊരു അനക്കം മാത്രം. ഞാൻ ചോദിച്ചിട്ട് മീനത് അല്ലല്ല ചെറുതാ. പിടിച്ചേനെ അതിനൊന്ന് കാണിച്ചു കൊടുത്ത ഗൈസ്. അതിന് മീനെ കണ്ടിട്ടില്ല. ഇതാണ് നിറയിലടിക്കാന്നൊക്കെ പറയാ. കോമഡി സാധനമില്ലേ. പൊന്തിയൊക്കെ ഉണ്ടല്ലേ. അതാ പൊന്തിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹെഡ് ഷോട്ട്. കണ്ടോ നമ്മളടിക്കണ ഹെഡൊക്കെ ഫുൾ ഹെഡാടാ. അതുകൊണ്ട് ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. വലുതാ
എന്ത് പിടിച്ച ഡാർക്ക് എങ്ങനെ പിടിക്കുന്നു? വലിപ്പം കാണാനാ, ഡാർക്ക് പിടിച്ചാൽ മതി, കയ്യിലാക്കണ്ട. വേണ്ട ഗൈസ്, ഏട്ടാ ഹെവി സാധനം. ഓ ഹെഡ് ഷോട്ട്, തല പൊളിഞ്ഞിട്ട് ജോക്ക് ജസ്റ്റ്. നിഷേധട്ടൻ ആരാന്ന് മനസ്സിലായാ? ആ വലുതല്ല, ഇവിടെ ഉണ്ടായ വലുതിന് ഓർമ്മയുണ്ടാ? അവനാണത്. ടടാൻ. ഇതിനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വയസ്സായിട്ട്. ഇതേട്ടാ അടുത്ത റെഡ് കിട്ടീൻ്റെ. ഓക്കെ, കീറിപ്പോവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കീറിപ്പോവാനുള്ള ചാൻസ് കണ്ട, തൊലിമേ കയറണേ തോന്നുന്നുണ്ട്. ഭാഗ്യം, കുഴപ്പമില്ല. താന്ന് പോയതാ. ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, സാധനം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ എയിം ഷൂട്ടർ, നിതിൻ ബ്രോക്ക് ഒരു ചാനലുണ്ട് എയിം ഷൂട്ടർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സ്വിങ് അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് മീൻ പിടിക്കുന്നതിൻ്റെ. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ, ഇത് വെച്ചിട്ടുള്ള മീൻപിടുത്തമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ജസ്റ്റ് ആ ചാനലും കൂടി ഒന്ന് സബ് ചെയ്ത് കൊടുക്കാട്ടോ ചെക്കന്. സംഗതി കിടക്കാച്ചയാണ്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്താൽ